അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സം റീസൺസ് ഫോർ ദ ഫെയിലിയർ. നമ്മൾ പറയാറുണ്ട് എന്തൊക്കെ ചെയ്തിട്ടും ഞാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെ അങ്ങോട്ട് സക്സസ്ഫുൾ ആവാൻ പറ്റുന്നില്ല, ഞാൻ ഇത്രയൊക്കെ പ്രയത്നിച്ചിട്ടും എനിക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുന്നില്ല, ഞാൻ ഫെയിലിയർ ആയി പോവാണ്, ഞാൻ ഫെയിൽ ആവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കാണാം എന്തെല്ലാം റീസൺസ് ആണ് നമ്മളെ ഫെയിലിയറിലേക്ക് നയിക്കുന്നതെന്ന്. ഫസ്റ്റ് പോയിന്റ് ആണ് ലാക്ക് ഓഫ് പേർപ്പസ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലായ്മ. നമുക്ക് ഇന്നതാവണം അല്ലേ, കുഞ്ഞായിരിക്കുമ്പം അല്ലെങ്കിൽ നമ്മുടെ ഒരു യങ് ഏജിൽ ചിലരോട് ചോദിച്ചാൽ പറയും പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി പോകണം, പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാതായിരിക്കുക. നമുക്കൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു ലക്ഷ്യം, എനിക്ക് ഇവിടെ എത്തിച്ചേരണം, ഇതാണ് എൻ്റെ ലക്ഷ്യം എന്ന് നമ്മളുടെ നമുക്ക് വിവരമെത്തുന്ന ഒരു കാര്യം നമ്മൾ ചിന്തിക്കാതിരുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് നമ്മളൊരു ജോലിയിലേക്ക് കയറാനോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാറുണ്ട്, ആ ഒരു സമയത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റാതെയാവും. അത് നമുക്കൊരു ഡെഫിനിറ്റ് പേർപ്പസ്, നമുക്കൊരു ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ ഒരു പായ്ക്കപ്പൽ, ഒരു കപ്പൽ, അത് പണ്ടത്തെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. പണ്ടത്തെ ഒരു കപ്പലാണെങ്കിൽ അതൊരു കോമ്പസ് ഇല്ലാതെ ഒരു സെയിൽ കടലിലേക്ക് ഇറങ്ങി പോവുകയാണെങ്കിൽ അത് സൗത്തുക്ക് പോവോ ഈസ്റ്റിക്ക് പോവോ വെസ്റ്റിക്ക് പോവോ എന്നതിനറിയില്ല, അത് കര തേടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, പക്ഷേ കരയിലെത്തുകയില്ല. അപ്പം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ നമുക്കൊരു ലക്ഷ്യം വേണം. ഇന്ന ഒരു സാധനം ഞാൻ നേടിയെടുക്കും, അത് ഇന്നൊരു സമയത്ത് എനിക്ക് നേടിയെടുക്കണം എന്നുള്ള ഒറ്റ തീരുമാനത്തോടെ വേണം നമ്മൾ ഇറങ്ങാൻ. അപ്പം ആദ്യം നമ്മളുടെ ഫെയിലിയറിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയൊരു പ്രധാന കാര്യമാണ് ഒരു ലക്ഷ്യമില്ലായ്മ എന്നുള്ളത്. സെക്കൻഡ് പോയിന്റ് ആണ് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ഓർ നോളജ്. ഈ കേസിൽ ഞാൻ പറയുന്നത് നമ്മൾ ബുക്ക് തുറന്ന് നമ്മുടെ സിലബസ് പഠിക്കുക, അല്ലെങ്കിൽ എനിക്ക് ഒരു ഡിഗ്രി എടുത്തിട്ടുണ്ട്, ഞാൻ 2 PhD എടുത്തിട്ടുണ്ട് പറയുന്നതല്ല നമ്മുടെ എഡ്യൂക്കേഷൻ. അതിനുപരി നമ്മളുടെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് തരുന്ന ഒരു എഡ്യൂക്കേഷൻ ഉണ്ട്. അല്ലെങ്കിൽ എനിക്കിപ്പം പാട്ട് പാടാനാണ് ഇഷ്ടമെങ്കിൽ ഞാൻ സംഗീതം പഠിക്കാൻ പോകണം. നമുക്ക് എന്താണോ ആയിത്തീരേണ്ടത് അതിനുള്ളൊരു എഡ്യൂക്കേഷൻ നമ്മൾ നേടിയെടുക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കർ ഒരു IAS ഓഫീസർ ആയിരുന്നെങ്കിലോ, അതാണോ സച്ചിൻ ടെണ്ടുൽക്കറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, അദ്ദേഹത്തിൻ്റെ കഴിവ് ക്രിക്കറ്റിലാണ്. ആ ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് ട്രെയിൻ ചെയ്ത് വലിയൊരു ഇന്ന് ഇന്ത്യമൊട്ടാകെ ലോകമൊട്ടാകെ അറിയുന്ന ഒരു ക്രിക്കറ്റ് താരമായി മാറി. നമുക്ക് എന്തിനാണോ കഴിവ്, അത് വരക്കാനാവട്ടെ, പാടാനാവട്ടെ, അഭിനയിക്കാനാവട്ടെ, എന്തിനാണോ താല്പര്യം അതിനെക്കുറിച്ചൊരു എഡ്യൂക്കേഷൻ, അതിനെക്കുറിച്ചൊരു നോളജ് നേടിയെടുക്കുക. അല്ലാതെ വെറും ബുക്കിൽ ഒതുങ്ങിക്കൂടേണ്ടതല്ല നമ്മളുടെ എഡ്യൂക്കേഷൻ. മൂന്നാമത്തെ പോയിന്റാണ്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് ലാക്ക് ഓഫ് ഡിസിപ്ലിൻ അല്ലേ. നമ്മളുടെ ജീവിതത്തിൽ ഒരു ചിട്ട നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സച്ചിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് സച്ചിനെ പോലെ ഇതിനേക്കാൾ ചിലപ്പോൾ മെച്ചപ്പെട്ട് ക്രിക്കറ്റ് കളിക്കുന്നവർ ചിലപ്പോൾ ഉണ്ടാവും, അറിയപ്പെടാതെ പോയവർ ഒരുപാട് ചിലപ്പോൾ നമുക്ക് ചുറ്റുമുണ്ടാകും. പക്ഷെ എന്തുകൊണ്ടാണ് സച്ചിൻ, വിരാട് കോഹ്ലി, ധോണി, MS ധോണി ഇവരൊക്കെ മുന്നോട്ട് വന്നത്? അവരുടെ ജീവിതത്തിലേക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. ഇന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു തീർക്കണം. ഡിസിപ്ലിൻ ഇൻ ദ സെൻസ് നമ്മുടെ ഒരു ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആവട്ടെ, ഭക്ഷണം കഴിക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നമ്മളുടെ എല്ലാം ഒരു ഡിസിപ്ലിൻ ആയിട്ട് കൊണ്ടുനടക്കുക. ഇപ്പോൾ ഒരു വീട് പണി നോക്കുകയാണെങ്കിൽ അല്ലേ, ഒരു വീട് പണി നമ്മൾ നടത്തുമ്പോൾ ആദ്യം തറയൊക്കെ കെട്ടി ആ തറയ്ക്കുള്ള കല്ല് നോക്കി, പിന്നെ ഈ സിമെൻറ്റ് ഇവിടെ ഉപയോഗിച്ചാൽ മതി. എല്ലാത്തിനും ഒരു ഫോർമാറ്റ് ഉണ്ട്, നമ്മൾ ചെയ്യേണ്ട ഒരു സ്ട്രക്ചർ നമ്മളെ മനസ്സിലുണ്ട്. അത് ഡിസിപ്ലിനായിട്ട് ആ ടൈം കീപ്പ് ചെയ്ത് എന്ത് മെറ്റീരിയലാണോ കീപ്പ് ചെയ്തിട്ടാണ് നമ്മളൊരു വീട് പണി കഴിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ആയിത്തീരാനുള്ള സക്സസ്ഫുൾ ആവണമെങ്കിൽ നമുക്കൊരു ഡിസിപ്ലിൻ വേണം. ഇന്ന് ഈ കാണുന്ന എല്ലാ സക്സസ്ഫുൾ ആൾക്കാർക്കും ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞു, എഡ്യൂക്കേഷൻ ചിലപ്പം ഒരു ഡിഗ്രി ഇല്ലാത്തവർ സക്സസ്ഫുൾ ആയ സ്റ്റോറീസ് നമുക്ക് അറിയുന്നതാണ്. പക്ഷെ അവരുടെയൊക്കെ ലൈഫ് നമ്മൾ എടുത്തു നോക്കി അവർക്കൊരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും, അവരുടെ ജീവിത കാര്യങ്ങൾക്ക് ഒരു ചിട്ട ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ എപ്പോഴും ഒരു ചിട്ടയുള്ള ഒരു ഡിസിപ്ലിൻ ആയിരിക്കാം നിങ്ങൾക്ക് എപ്പോഴും സക്സസ്ഫുൾ ആവണമെങ്കിൽ. പിന്നത്തെ കാര്യമാണ് ഈ കുട്ടിക്കാലത്ത് പലവർക്കും പല ട്രോമാസ് ഉണ്ടാവും അല്ലേ. കുട്ടിക്കാലത്ത് ചിലപ്പം ചിലവർ കാണാറുണ്ട്, അയ്യോ ഞാൻ ചായ കുടിക്കില്ല. ചിലപ്പം എന്തുകൊണ്ടാണ് ചായ കുടിക്കാത്ത, അയാൾക്ക് എന്തുകൊണ്ടാണ് ചായ ഇഷ്ടമല്ലാതായിട്ടുണ്ടാവുക? ചിലപ്പോൾ മുന്നേ എങ്ങാണ്ടോ അവർ ചായ കുടിക്കുമ്പോൾ ചായയിലുണ്ടാവുന്ന വേസ്റ്റൊക്കെ ഇല്ല, അത് ചിലപ്പോൾ വായിലായിട്ടുണ്ടാവും. അപ്പോൾ അത് പണ്ടെങ്ങാണ്ടോ വന്നൊരു ട്രോമയാണ് പിന്നീട് അങ്ങോട്ട് അയാളുടെ ജീവിതത്തിൽ ചായ പോലും കുടിക്കാതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുട്ടിക്കാലത്ത് വന്ന ട്രോമാസ് അല്ലെങ്കിൽ നമ്മളിൽ അടിച്ചേൽപ്പിച്ച നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് നമ്മളെ പണ്ട് കുട്ടിക്കാലത്ത് നിന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല എന്ന് നമ്മളുടെ ഉള്ളിൽ നമുക്ക് എന്തോ ഒരു ട്രോമ, ഇല്ല പറ്റില്ല, നമുക്ക് അങ്ങനെ ഒരു ചിന്താഗതി നമ്മളുടെ ഉള്ളിൽ വളർത്തിയിട്ടുണ്ടാവാം. അപ്പോൾ ഈ ചൈൽഡ്ഹുഡ് ട്രോമാസും നമ്മളുടെ ഫെയിലിയറിന് ഒരു കാരണമാണ്. കാരണം ട്രോമാസ് ഉണ്ടായിരിക്കും, നമ്മൾ ആ ട്രോമാസിനെ ഹീൽ ചെയ്യാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു തോന്നലായിരിക്കും, അയ്യോ പറ്റൂല, അല്ലെങ്കിൽ നടക്കൂല, ഞാനൊന്നും അതിനെ ഇറങ്ങിച്ചെന്നാൽ നടക്കില്ല എന്നുള്ളൊരു തോന്നലായിരിക്കും. അങ്ങനെ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് ചുറ്റിലും ഉണ്ടെങ്കിൽ അത് എപ്പോഴും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അങ്ങനെ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ സക്സസ് ആവില്ല.
പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് വേണ്ടത്. നെഗറ്റീവായിട്ട് എപ്പോഴും തോട്ട്സ് തരുന്ന ഒരു ഇൻഫ്ലുവൻസ്, അത് ഒരു വ്യക്തിയാവട്ടെ, ഒരു സാഹചര്യമാവട്ടെ, എന്തുമാവട്ടെ, അങ്ങനെ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. അവിടെ നമ്മൾ ഫെയിലിയർ ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ 5ാമത്തെ കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും ഉള്ള സ്വഭാവമാണ് നാളെ നീളെ അല്ലേ, നാളെ ചെയ്യാം, സമയമുണ്ടല്ലോ പിന്നെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം. ഇപ്പം ചെയ്യണമെന്ന് തോന്നുന്ന സാധനങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യണം. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. നാളെ എന്ന് വെക്കുന്ന കാര്യങ്ങൾ, അപ്പം നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ആര് ചെയ്യും? നാളത്തെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ മറ്റന്നാളത്തെ വെക്കും. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ ലാഗടിപ്പിക്കുക. അപ്പോൾ ഒരിക്കലും മാറ്റി വെക്കാതെ എനിക്കിപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാതെ സംഭവം എടുത്തിട്ട് ഞാൻ ചെയ്തിരിക്കും, അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. ഒരിക്കലും മാറ്റി വെക്കാതിരിക്കുക. നാളെ എന്ന് പറയുമ്പോൾ അത് നീളെ ഒരിക്കലും തീരാതെ നമ്മൾ ചെയ്യാതെ വെച്ച് കാര്യങ്ങൾ ഇങ്ങനെ നീണ്ടു പോവുകയുള്ളൂ. അപ്പോൾ ചെയ്യണം എന്നുള്ളൊരു കാര്യം നിങ്ങൾ ദൃഢമായിട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു മടിയും കൂടാതെ അപ്പോൾ തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. 6th പോയിന്റാണ് ലാക്ക് ഓഫ് പേഴ്സിസ്റ്റൻസ്. നമ്മൾ പറയാണ്ട് വയ്യ, ഇപ്പം എത്ര കാലമായി ഞാൻ ഇതിന് പിന്നിൽ നടക്കുന്നു, ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ല, എനിക്ക് വയ്യ ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ, അങ്ങനെ പറയാറുണ്ട്. പക്ഷേ പേഴ്സിസ്റ്റൻസ് ആണ് കീ ടു ഹാപ്പിനെസ്. നമ്മൾ പേഴ്സിസ്റ്റൻ്റ് ആയിരിക്കുക. അല്ലെങ്കിൽ ഞാൻ എടുത്തൊരു തീരുമാനം അത് കഴിയുന്നത് വരെ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ഇപ്പം ഓക്കെ ഒരു 5 മാസത്തിൽ ഞാൻ സക്സസ്ഫുൾ ആവണം, അതിന് പകരം സക്സസ്ഫുൾ ആവുന്നത് വരെ ഞാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ വിചാരിച്ചു നോക്കും. മറ്റേത് 5 മാസം നിങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ്ഫുൾ ആയില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞു, ഇനി എന്നെ കൊണ്ട് പറ്റില്ല. അതിന് പകരം നിങ്ങൾ സക്സസ്ഫുൾ ആവുന്നവരെ നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും. അത് ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും നിങ്ങൾ എടുത്തൊരു എഫേർട്ടിൻ്റെ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല, അതിൻ്റെ ഒരു സക്സസ്ഫുൾ നിങ്ങൾക്ക് ആവാതിരിക്കാൻ പറ്റില്ല. അപ്പം പേഴ്സിസ്റ്റൻ്റ് ആയിരിക്കുക എപ്പോഴും. ഈ ചലഞ്ചസ് എന്തായാലും വരും. നമ്മളൊരു കാര്യത്തിൽ എല്ലാം സിമ്പിളായിട്ട് പോവുകയാണെങ്കിൽ ഈ ലോകത്ത് എല്ലാവരും സക്സസ്ഫുൾ ആവില്ലേ? അങ്ങനെയല്ല. നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ചാലഞ്ചസ് ഉണ്ടാവും, നമുക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും. എല്ലാം ഓരോന്ന് മറികടന്ന് പോയാലേ സക്സസ്ഫുൾ ആവുള്ളൂ. ഇപ്പോൾ ഈ കാണുന്നത് നമുക്കറിയാം, ഓ എന്ത് ഭാഗ്യമല്ലേ, ഈ മമ്മൂട്ടി, മോഹൻലാൽ അല്ലെങ്കിൽ ആരും എടുക്കട്ടെ, ഏത് സക്സസ്ഫുൾ ആളെടുത്താലും എന്ത് ഭാഗ്യമല്ലേ. നിങ്ങൾ കാണുന്നത് അയാളുടെ ഈ പുറമേ ഉള്ളൊരു ഭാഗ്യം മാത്രമാണ്. പക്ഷെ അത് ഭാഗ്യമല്ല, അതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്ത് ഒരുപാട് ദൂരം നടന്നു വന്നിട്ടാണ് അവർ ഇന്നത്തെ ഒരു പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. ആരും ഭാഗ്യം കൊണ്ട് എത്തിച്ചേർന്നവരെ എല്ലാവരുടെയും പിന്നിൽ ഒരു പ്രയത്നം ഉണ്ടാവും. നെക്സ്റ്റ് പോയിന്റാണ് അഡിക്ഷൻ. ചിലവർക്ക് ഈ ഡ്രഗ്സിനോട് അഡിക്ഷൻ, അല്ലെങ്കിൽ മദ്യപാനം, പുകവലി, ഈ അഡിക്ഷൻ ഉണ്ടായിരിക്കുക നമ്മൾ എന്തിലാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്ക് എവിടെയാണോ എത്തിച്ചേരാനെന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ എത്താതിരിക്കും. കാരണം നമ്മളുടെ ഒരു ചിന്ത വേറെയിലേക്ക് അഡിക്റ്റഡ് ആണ്. നമ്മളിപ്പോൾ ഒരു മദ്യം ഒരുപാട് ഭയങ്കര അഡിക്റ്റ് ആയ ഒരാൾക്കാണ്, ആ മദ്യമില്ലാതെ അയാൾക്ക് ജീവിക്കാൻ പറ്റില്ല. ആ ഒരു രീതിയിൽ അഡിക്ഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. നമ്മൾ ഫെയിലിയറിലേക്ക് നമ്മളത് നയിക്കുള്ളൂ. അപ്പം അഡിക്ഷൻസ് ഉള്ളതാണെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. 8th പോയിന്റാണ് ഫിയർ, സെൽഫ് ഡൗട്ടിങ്. പറ്റുമോ, ഞാൻ ഇറങ്ങിയ നടക്കുമോ, അയ്യോ ഉണ്ടാവുമോ, പണം തീരുമോ, അതോ ഞാൻ പെട്ടുപോകുമോ, അങ്ങനത്തെ ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ പറ്റില്ല. അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലേ അറിയുള്ളൂ എന്തൊക്കെ ഫിയറാണ് നമ്മൾ, അല്ലെങ്കിൽ എന്തൊക്കെ ചാലഞ്ചസ് ആണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുക. അല്ലാതെ ഇറങ്ങുന്നതിന് മുമ്പേ ഇത് വരുമോ അത് വരുമോ എന്ന് ചിന്തിച്ച് നിന്നാൽ ഒരിക്കലും നമ്മൾ ഇറങ്ങുന്നുണ്ടാവില്ല. അപ്പം ഒരിക്കലും സെൽഫ് ഡൗട്ട് ചെയ്യാതിരിക്കുക, ഫിയർ മാറ്റി നിർത്തി ഇറങ്ങുക. നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തോട് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അത് നേടണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് ഇറങ്ങുക. അല്ലാത്ത പക്ഷം നിങ്ങളെ അത് ഫെയിലിയറിലേക്കാണ് നയിക്കുന്നത്. ലാസ്റ്റ് പോയിന്റാണ് ലാക്ക് ഓഫ് എന്തൂസിയാസം. നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കുക, അല്ല എനിക്കത് നേടണം. ഇപ്പോൾ ഒരാൾ പറയാം, വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ഇങ്ങനെ ആവണം എന്ന് വിചാരിക്കുന്ന, നോക്കാം നമുക്ക്. അതുപകരം ഞാനൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കത് നേടിയെടുക്കണം എന്നുള്ളൊരു എന്തൂസിയാസം, ഒരു എനർജറ്റിക് ആയിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഓരോ ദിനം ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ യെസ് എനിക്കത് ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും. അതിന് പകരം നോക്കാം സമയമുണ്ട്, അങ്ങനെ ഒരു ഭയങ്കര കാം ആൻഡ് ലൈക്ക് വെരി അതിനൊരു വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ വളരെ എനർജി ഇല്ലാതെ പറഞ്ഞാൽ അത് നമ്മളെ തന്നെ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ 9 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ 9 പോയിന്റ്സ് നിങ്ങൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തായാലും അത് ഫെയിലിയറിലേക്ക് കൊണ്ടെത്തിക്കും. നിങ്ങൾക്കൊരു സക്സസ്ഫുൾ പേഴ്സൺ ആവണമെങ്കിൽ ഈ 9 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.